So dear students, കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് നോക്കി എഫക്റ്റിംഗ് എന്താണ് ഡിവിഡൻഡ് പോളിസി. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ പുറത്തുള്ള ഫാക്ടേഴ്സ്. ഈ കമ്പനിയുടെ പുറത്തുള്ള ഫാക്ടേഴ്സ് കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ്. അതിനാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഇന്റേണൽ ഫാക്ടേഴ്സിന് കമ്പനിക്ക് ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്. ദാറ്റ് ഈസ് കമ്പനിയുടെ കാരണങ്ങൾ കൊണ്ട് ഡിവിഡൻഡ് പോളിസിനെ എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ കമ്പനിയുടെ കാരണം കൊണ്ടല്ല, കമ്പനിയുടെ പുറത്തുള്ള പല കാരണങ്ങൾ കൊണ്ട് അത് നമ്മുടെ ഡിവിഡൻഡ് പോളിസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് സൈക്കിൾ എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബിസിനസ് സൈക്കിളിൽ നമുക്ക് യൂഷ്വലി വരുന്നത് എന്താണ്? ഡിപ്രഷൻ പീരിയഡ്, ബൂം പീരിയഡ്, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ പീരിയഡ്സ് ഉണ്ട് അല്ലേ? ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ നമ്മുടെ എങ്ങനെയാണ് ട്രേഡ് സൈക്കിൾ പറയുന്നത്? ഇപ്പോൾ ഡിപ്രഷൻ നടക്കുകയാണ് അല്ലേ? എല്ലാവരുടെയും സെയിൽസ് കുറഞ്ഞു അല്ലേ? എല്ലാവരുടെയും ബിസിനസ്സിനും ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രേഡ് സൈക്കിൾ. അപ്പം ഇതേപോലെ തന്നെയാണ് ഓരോ സമയത്തും നമ്മുടെ ബിസിനസ് സൈക്കിളിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ എന്തിനെ എഫക്ട് ചെയ്യും? നമ്മുടെ ഡിവിഡൻഡ് പോളിസിനെ എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഡിപ്രഷൻ പീരിയഡ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പീരിയഡ് പറയുന്ന സമയത്ത് കമ്പനിക്ക് ക്യാഷിന്റെ കുറവ് ഭയങ്കര കുറവായിരിക്കും. കാരണം സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാകും, ക്യാഷ് കുറഞ്ഞിട്ടുണ്ടാകും, പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. സോ ആ സമയത്ത് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ. കാരണം ഈ സമയത്ത് പ്രോഫിറ്റ് കുറയുന്നത് കൊണ്ട് കമ്പനി യൂഷ്വലി എന്ത് ചെയ്യും? ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇൻഫ്ലേഷൻ പീരീഡും ഡിപ്രഷൻ പീരീഡിലൊക്കെ കമ്പനി എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റ് കുറയുന്നത് കൊണ്ട് ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുക. അതേസമയം ബൂം പീരീഡിലൊക്കെ വരുന്ന സമയത്ത് കമ്പനിക്ക് നല്ല ഹൈ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. സോ ഹൈ പ്രോഫിറ്റ്, കാരണം ബൂം പീരീഡിലെ സെയിൽസ് എപ്പോഴും ഇൻക്രീസ് ആവും. സോ സെയിൽസ് ഇൻക്രീസ് ആകുമ്പോൾ ഹൈ പ്രോഫിറ്റ് ഉണ്ടാവും. സോ ഹൈ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഡിവിഡൻഡ് എന്തായിരിക്കും? ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ ട്രേഡ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ലീഗൽ റിക്വയർമെന്റ്സ്. ലീഗൽ റിക്വയർമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഇപ്പൊ സെബിയുടെ നമ്മളിപ്പോ നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെബിയുടെ ഗൈഡ് ലൈൻസ് ഇൻ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അക്കൗണ്ട്സിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ദാറ്റ് ഈസ് ഓരോ കമ്പനിക്കും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ സർട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട്, സർട്ടൺ ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ട്. സെബിയുടെയും അതേപോലെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതും അതേപോലെ ഓരോ വർഷം ഗവൺമെന്റ് ഇപ്പോൾ ബഡ്ജറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഗവൺമെന്റ് കമ്പനീസിന് ഓർഡർ കൊടുക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ലീഗൽ റിക്വയർമെന്റ്സ് കമ്പനിക്ക് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഫോളോ ചെയ്യുമ്പോൾ ആ ലീഗൽ റിക്വയർമെന്റ്സ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കമ്പനി എന്ത് ചെയ്യുക? ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഓരോ വർഷത്തെ ലീഗൽ റിക്വയർമെന്റിനനുസരിച്ച് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിലും എന്ത് വരും? ചേഞ്ചസ് വരും. അതിനുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സം ഓഫ് ദ ലീഗൽ റെസ്ട്രിക്ഷൻസ്, ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുന്നതിനുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു 1-2 എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഡിവിഡൻഡ് ക്യാൻ ഓൺലി ബി പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നോട്ട് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിവിഡൻഡ് പേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിവിഡൻഡ് പേ ചെയ്യാൻ. അപ്പൊ അത് എന്തിനെ എഫക്ട് ചെയ്യും? നമ്മുടെ ഡിവിഡൻഡ് പോളിസിനെ എഫക്ട് ചെയ്യും. ഇനി നോക്ക് സെക്കൻഡ് വൺ പറയുന്നത് ദ കമ്പനി ക്യാൻ ഡിക്ലെയർ ആൻഡ് പേ ഡിവിഡൻഡ് ഔട്ട് ഓഫ് ദ പാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അപ്പൊ കമ്പനി വന്നിട്ട് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ ബേസിസിൽ വേണം, അത് എത്രയാണോ അതിന്റെ അനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ഡിവിഡൻഡ് പേ ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ ഈ വർഷം കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, ബട്ട് ലാസ്റ്റ് ഇയർ കമ്പനിക്ക് ലോസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ലോസ് ആകുമ്പോൾ ഡിവിഡൻഡ് നോ നീഡ് ടു പേ ദ ഡിവിഡൻഡ്, ഓൺലി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി. അപ്പൊ അതും എഫക്റ്റ് ആവുകയാണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു കേസ് പറയാം. കഴിഞ്ഞ കൊല്ലം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ കൊല്ലം കമ്പനിക്ക് ലോസ് ആണ്. ഈ വർഷം കമ്പനി ലോസിന് പോവുകയാണ്. അത് കാരണം ഞങ്ങൾ ഡിവിഡൻഡ് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ കമ്പനിക്ക്? ഇല്ല. കാരണം കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിനാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ കൊല്ലം കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ആണ്, അപ്പൊ അതിന്റെ ഡിവിഡൻഡ് കൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വർഷമാണ് കൊറോണ ഉള്ളത്, അപ്പൊ ഈ വർഷത്തെ സെയിൽസ് കുറഞ്ഞു. അതേസമയം കഴിഞ്ഞ കൊല്ലം കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അയ്യോ ഈ കൊല്ലം കൊറോണയാണ്, സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡിവിഡൻഡ് തരാൻ പറ്റാന്ന് കമ്പനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. കമ്പനി ക്യാൻ ഡിക്ലെയർ
and pay dividend out of past year's profit. That's one of the legal requirements. At least 10% of the profit must be transferred to reserve. If a restrictions എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ആ പ്രോഫിറ്റ് 10% നമ്മൾ എന്ത് ചെയ്യണം, റിസർവ് ആക്കി, മിനിമം 10% റിസർവ് ആക്കി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഫണ്ട് മാത്രം നമുക്ക് എന്തിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതും വൺ ഓഫ് ദ ലീഗൽ റിക്വയർമെന്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഡിവിഡൻഡ് ഈസ് പേയബിൾ ഇൻ ക്യാഷ്. ഡിവിഡൻഡ് വന്ന് ക്യാഷ് തന്നെ പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കും? സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സം ഓഫ് ദ ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻസ് നമ്മുടെ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഷെയർസും ഡിബഞ്ചേഴ്സിന്റെ ഒക്കെ കേസിൽ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ ഫാക്ടറിൽ, ഫസ്റ്റ് വൺ ട്രേഡ് സൈക്കിളിനനുസരിച്ച് ഡിവിഡൻഡ് പോളിസീസിൽ ചേഞ്ചസ് വരാം. സെക്കൻഡ് വൺ ലീഗൽ റിക്വയർമെന്റ്സ്, കമ്പനി ഫേസ് ചെയ്യുന്ന ലീഗൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ലീഗൽ റിക്വയർമെന്റ്സ്, അതിനനുസരിച്ച് വേണം കമ്പനി എന്ത് ചെയ്യേണ്ടത്, ഡിവിഡൻഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, സോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ രണ്ടെണ്ണം കഴിഞ്ഞു. തേർഡ് വൺ പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് പറഞ്ഞാൽ എന്താണ്, കമ്പനി കൊടുക്കുന്ന ടാക്സ്. കമ്പനിക്ക് എല്ലാ കമ്പനീസിനും അവരുടെ പ്രോഫിറ്റിനനുസരിച്ച് എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം അല്ലേ. ആ ടാക്സിനാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എത്രത്തോളം വരുന്നുണ്ടോ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതിനനുസരിച്ച് ഡിവിഡൻഡ് റേറ്റിലും ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർപ്പറേറ്റ് ടാക്സ് ഹൈ ആണെങ്കിൽ, ടാക്സ് റേറ്റ് ഹൈ ആണെങ്കിൽ ഡിവിഡൻഡ് എന്താവും, കുറയും. കാരണം എത്രയാണോ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത് അല്ലേ. ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട്, ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് എന്തായിട്ട് കൊടുക്കുന്നത്, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ടാക്സ് റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള ഡിവിഡൻഡ് പ്രോഫിറ്റ് എന്താവും, കുറയും. അപ്പോൾ ഡിവിഡൻഡ് എന്താവും, ഡിവിഡൻഡ് പെർസെൻറ്റേജ് കുറയും. അപ്പോൾ ടാക്സ് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്തായി കുറഞ്ഞു. അതേപോലെ ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്താവും, കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സോ നോക്കൂ, കോർപ്പറേറ്റ് ടാക്സ് അഫക്ട് ദ ഡിവിഡൻഡ് ബോത്ത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. Heavy rates of taxation reduce the residual profit available to the shareholders. Residual profit പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡ്യുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റെസിഡ്യുവൽ പ്രോഫിറ്റ് എന്താവും, കുറയും. കാരണം ഇവിടെ എന്താണ്, പ്രോഫിറ്റിന് കൂടുതൽ എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ ആണ് ആർക്കുള്ളത്, ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. ഓക്കെ, കോൺസിക്വൻ്റ്ലി ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് എഫക്റ്റഡ്. അപ്പോൾ ടാക്സ് റേറ്റിൽ എത്രത്തോളം ചേഞ്ചസ് വരുന്നു, ടാക്സ് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തിനും എഫക്റ്റ് ചെയ്യും, ഡിവിഡൻഡിനും എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ജനറൽ സ്റ്റേറ്റ് ഓഫ് ദ എക്കണോമി. ജനറൽ സ്റ്റേറ്റ് ഓഫ് ദ എക്കണോമി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ എക്കണോമിക് കണ്ടീഷൻ, മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അതും എന്തിനെ എഫക്റ്റ് ചെയ്യും, ഡിവിഡൻഡിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എക്കണോമിയിൽ വരുന്ന അൺസർട്ടനിറ്റീസ്, അത് എന്തിനെ എഫക്റ്റ് ചെയ്യും, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോനും എഫക്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ എക്കണോമി വന്നിട്ട് ബൂം പീരീഡ് ആണെങ്കിൽ, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ബൂം പീരീഡ് ആണെങ്കിൽ ഡിവിഡൻഡ് റേറ്റും കൂടും. എക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ ലോ ആണെങ്കിൽ ഡിവിഡൻഡ് റേറ്റും എന്താവും, കുറയും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. കണ്ടീഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള കണ്ടീഷനും എന്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മളുടെ ഡിവിഡൻഡിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബൂം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താ സംഭവിക്കുന്നത്, ഡിവിഡൻഡ് റേറ്റും കൂടും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ്, ഭയങ്കര വീക്കായിട്ട് പോവുകയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡിപ്രഷനാണ് പോണതെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് എന്താവും, കുറയും. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണോ കണ്ടീഷൻ അതിനനുസരിച്ച് നമ്മുടെ എന്തിനെ എഫക്റ്റ് ചെയ്യും, ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഗവൺമെന്റ് പോളിസീസ് അല്ലേ. ഇപ്പൊ ഗവൺമെന്റ് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഓരോ ഗവൺമെന്റ് പോളിസീസും ഇതും എല്ലാം എന്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മളുടെ ഡിവിഡൻഡ് റേറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഗവൺമെന്റ് കൊണ്ടുവരുന്ന ദാറ്റ് ഈസ് ടാക്സേഷൻ പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി, ലേബർ പോളിസി, ഇങ്ങനെ ഇപ്പം കമ്പനീസ് ആക്ടിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ്. സോ കമ്പനി എടുക്കുന്ന ദാറ്റ് ഈസ് ഗവൺമെന്റ് എടുക്കുന്ന ഓരോ പോളിസീസും അതും എന്തിനെ എഫക്റ്റ് ചെയ്യും, ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യും. സോ ഇത്രയാണ് എക്സ്റ്റേണൽ. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക,
trade cycle, legal requirements, corporate tax, general state of the economic condition in the capital market and government policy. So ഇതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിവിഡൻഡ് ഡിസിഷനിൽ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി ക്ലിയർ ആയോ? മെയിൻലി രണ്ട് ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ ടോപ്പിക് ക്ലിയർ ആയോ?